Moving to next chapter, it's a one-act play by R.H. Wood. Name of our play is Pause Early for Christmas. In the previous classes, we have discussed a one-act play, The Hour of Truth by Percival Wilde. Do you remember the play? First of all, let me say, what is a one-act play? One-act play is a type of play in which the play begins with a curtain open and ends only after the play is completed. One-act play എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം തുടങ്ങി അവസാനിച്ചതിന് ശേഷം മാത്രമേ ആ കർട്ടൻ താഴുകയുള്ളൂ. അത്തരത്തിലുള്ള നാടകത്തിനാണ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ഒരു ഭാഗം മാത്രം, അതല്ലെങ്കിൽ ഒരു സീൻ മാത്രമേ അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഒരു സീൻ മാത്രമേ അതിൽ കാണുന്നുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ ആ സീനോട് കൂടി ആ നാടകം അവസാനിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു നാടകമാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. ഈ ടൈറ്റിലിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ളത് ഒരു പ്ലക്കാർഡാണ്, അതായത് ഒരു ബോർഡാണ്. ഒരു പോസ്റ്റ് ഓഫീസിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടി നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുക, സാധനങ്ങൾ അയക്കുക എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് ഓഫീസിലും മറ്റുമുള്ള തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ തന്നെ സെൻഡ് ചെയ്യുക, തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അയച്ചു കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഈ ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഹ്യൂമറസ് പ്ലേ ആണ്. കഴിഞ്ഞ വൺ ആക്ട് പ്ലേ, അതായത് ഹവർ ഓഫ് ട്രൂത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹ്യൂമറസ് പ്ലേ ആണ്. ഇതിൻ്റെ ഒരു സമ്മറി, ഓവറോൾ സമ്മറി എന്താണെന്നുള്ളത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണ്, ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാവുന്ന തരത്തിലാണ്. ഹ്യൂമറസ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി എന്താണെന്നുള്ളത് നോക്കാം. Pause Early for Christmas is a humorous one-act play written by R.H. Wood, a British playwright. The play centered on a parcel booked in a village post office during a Christmas season. അപ്പോൾ ഈ പ്ലേയിൽ മെയിനായിട്ട് സെൻറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലേ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു പാർസലിൻ്റെ പുറത്താണ്. അതല്ലെങ്കിൽ ഒരു പാർസൽ, ക്രിസ്മസിന് ഒരു പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നിട്ടുള്ള പാർസലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നാടകം നടക്കുന്നത്. The play takes place in a country post office where a placard is exhibited stating a post early for Christmas. അപ്പോൾ ഈ നാടകം നടക്കുന്നത് ഒരു ഇംഗ്ലണ്ടിലെ ഒരു പോസ്റ്റ് ഓഫീസിലാണ്. അവിടെ ഒരു പ്ലക്കാർഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററായിട്ട് വെച്ചിട്ടുണ്ട്. എന്ത്? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. The play opens with a description by the postal assistant. ഈ നാടകം തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ നാടകം വായിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ കുറച്ച് വാക്കുകളോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്താണ് ആ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പറയുന്നത്? ഷി ടെൽസ് ദ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഇൻ ദ പ്രീവിയസ് ഡേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള വളരെ വിചിത്രമായ കുറച്ച് സംഭവങ്ങളൊക്കെ, കഴിഞ്ഞ ദിവസത്തെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. The present day also was not an exception. അപ്പോൾ ഈ ദിവസവും, ഇന്നലെ വളരെ തിരക്കായിരുന്നു, ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസവും അതുപോലെ തന്നെ തിരക്ക് പിടിച്ചതാണ്. ഒരുപാട് സംഭവങ്ങൾ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. An old gentleman with hearing impairment approaches her for his old age pension. When she asks him whether he brings his book, he replies that he did not bring his cook, mistaking book for cook. അപ്പോൾ ഈ ദിവസം ആദ്യമായിട്ട് വരുന്നത് ഒരു ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള, അതായത് കേൾവിക്കുറവുള്ള ഒരാൾ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നതാണ്. തൻ്റെ പെൻഷന് വേണ്ടിയിട്ട്, പെൻഷൻ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്ന സീനാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് വന്ന ഉടനെ തന്നെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ, പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ചെവി കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അയാൾ ബുക്ക് എന്നുള്ളത് കുക്ക് ചെയ്യുന്ന ആൾ എന്നുള്ള മീനിങ് ആണ് എന്ന കാര്യമാണ് അയാൾ കേട്ടത്. കുക്ക് എന്നാണ് കേട്ടത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുക്കിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വന്നത് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട്, തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഹി ആൾസോ ഗെറ്റ്സ് ഇറിറ്റേറ്റഡ് വെൻ ഹി സേസ് ദാറ്റ് ഷി തിങ്സ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് what she said. The old man also said for Ted and declares his name is not Ted but Sam.
പിന്നീട് ഇയാളോട്, ഈ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളോട് ഈ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണോ പറഞ്ഞത്, വാട്ട് ഐ സെഡ് യു ഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. സെഡ്, പറഞ്ഞത് എന്നുള്ള വേർഡ് ഈ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ മിസ്റ്റേക്ക് ചെയ്തത് ടെഡ് എന്നുള്ളതാണ്. അതായത് തൻ്റെ പേര് ടെഡ് ആണ് എന്ന് വിളിക്കുന്നത്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ് തന്നെ ടെഡ് എന്നാണ് വിളിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, എൻ്റെ പേര് ടെഡ് അല്ല, മറിച്ച് സാം എന്നുള്ളതാണ് എൻ്റെ പേര് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. When the assistant becomes successful in convincing the matter, he says that he thought that she was deaf. അപ്പോൾ അങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഈ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുപോലും അംഗീകരിക്കാതെ ആ ചെവി കേൾക്കാത്ത ആൾ എന്താ പറയുന്നത്, എനിക്കല്ല ചെവി കേൾക്കാത്തത്, മറിച്ച് നിങ്ങൾക്കാണ് ചെവി കേൾക്കാത്തത്, പോസ്റ്റൽ അസിസ്റ്റൻറ്റിനോട് നിങ്ങൾക്കാണ് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നതാണ് നമുക്കവിടെ കാണാൻ മനസ്സിലാക്കുന്നത്. ഒരു കോമിക് ഇൻസിഡൻ്റ് ആണ്. എന്താണോ പറയുന്നത് അതല്ല കേൾക്കുന്നത്, മറിച്ച് വേറെന്തോ കേട്ടിട്ട് അതിനുള്ള റിപ്ലൈ ആണ് ഈ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഡഫ് old gentleman പറയുന്നത്. Then an old lady approaches the assistant to get advice for treating her cats for some ailment, mistaking the post office for the veterinary clinic. അടുത്തതായിട്ട് വരുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ലേഡിയാണ്, ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. ആ സ്ത്രീ വരുന്നത് പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത് മാറിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ഥലം മാറിക്കൊണ്ടാണ്. ഒരു വെറ്റിനറി ക്ലിനിക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. തൻ്റെ ക്യാറ്റിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് അവിടേക്ക് വരുന്നത്. She complains that her cat has not been taking food for the last few days as its paw got hurt. അപ്പോൾ തൻ്റെ പൂച്ചയ്ക്ക്, തൻ്റെ ക്യാറ്റിന് കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റൽ അസിസ്റ്റൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. The assistant convinces that she is in wrong place and advises her to go to the nearby veterinary clinic. The old lady leaves the post office buying 2 half-penny stamp as a compliment. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നിങ്ങൾ വരേണ്ട സ്ഥലം ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത് തന്നെയാണ് വെറ്റിനറി ക്ലിനിക്ക് ഉള്ളത്, അപ്പോൾ അവിടേക്ക് പോകേണ്ടതാണ്, നിങ്ങൾ അബദ്ധത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവസാനം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കോംപ്ലിമെൻ്റ് ആയിട്ട് കുറച്ച് സ്റ്റാമ്പ്സ് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓൾഡ് ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, അബദ്ധത്തിലാണ് അങ്ങോട്ട് വന്നത് എന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് വാങ്ങിക്കൊണ്ടാണ് അവിടുന്ന് മടങ്ങിപ്പോകുന്നത്. The farmer, a strange but an interesting character, enters the post office. His words and deeds decide the course of the play considerably. He inquires directly to the assistant whether she had found any bomb in the post office. അടുത്തതായിട്ട് വരുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമറാണ് വരുന്നത്. ആ ഫാമറുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കണ്ടാൽ തന്നെ, അയാളുടെ വേർഡ്സും ഡീഡ്സൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്തോ സ്ട്രേഞ്ച്, എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിൽ ആ പോസ്റ്റൽ അസിസ്റ്റൻറ്റിനോട് എൻക്വയർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ബോംബ് കണ്ടെത്തിയിട്ടുണ്ടോ. അതായത് ഒരു ഫാമർ പോസ്റ്റ് ഓഫീസിലേക്ക് ഓടി തന്നെ വന്നിട്ട് ചോദിക്കുകയാണ്, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഈ പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും ബോംബ് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അതായത് ഒരു ഭീകരാന്തരീക്ഷം, ഒരു സ്ട്രേഞ്ച് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടോ, ബോംബുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ഫാമറായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹിസ് വേർഡ്സ് ലിറ്ററലി makes her panic. To their great surprise, he reads a newspaper report of discovering a time bomb in the London post office, disguised as a Christmas gift parcel. The report also instructs the police to report the police if any suspicious looking parcels are found in the post office. ഫാമർ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ലണ്ടനിലെ മറ്റെവിടെയോ നടന്ന ഒരു സംഭവമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഫാമർ വന്നിട്ട്. അതായത് ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ബോംബ് വരികയും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചുകൊണ്ട് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ക്യാരക്ടറായിട്ടാണ് ഈ ഫാർമറെ ഇവിടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നത്. Then a foreign tourist enters the post office to book a parcel. She eagerly inquires about the safety of the parcel he booked, and the assistant assures him that everything will be safe with them. Satisfied in her dealings, he leaves the post office, forgetting his gloves in the
പിന്നീട് അവിടേക്ക് വരുന്നത് ഒരു ഫോറിൻ ടൂറിസ്റ്റാണ്. ഒരു ടൂറിസ്റ്റ് വന്നുകൊണ്ട് അയാൾ താൻ ഒരു പാർസൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ വന്നിട്ടുള്ള ആൾ പോസ്റ്റൽ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, താൻ അയക്കുന്ന പാർസൽ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുമോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ, അതല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനമാണ് അദ്ദേഹം പാർസലായിട്ട് ഗിഫ്റ്റായിട്ട് അയക്കാൻ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് എത്തുമൊക്കെ ചോദിക്കുന്നുണ്ട്. പോസ്റ്റൽ അസിസ്റ്റൻറ്റ് വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പവും പറ്റില്ല, കൃത്യസമയത്ത് തന്നെ ഡെലിവർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു റിപ്ലൈയിൽ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ആ ടൂറിസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. Then after posting, the tourist leaving his gloves there. ആ പോസ്റ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഗ്ലൗസ് എടുക്കാൻ മറന്നുകൊണ്ടാണ് ഈ ടൂറിസ്റ്റ് പോസ്റ്റ് ഓഫീസ് വിട്ടു പോകുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിൽ ഈ ടൂറിസ്റ്റ് വന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. ഈ മറന്നു വെച്ച ഗ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഓർത്തു വെക്കേണ്ടതുണ്ട്. But the naughty son of Miss Higgins found that a funny noise is coming from the parcel booked by the tourist. പിന്നീട് അവിടേക്ക് വരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിസ് ഹിഗിൻസിൻ്റെ മകനുമായിട്ടുള്ള ബെർട്ടിയാണ് അവിടെ വരുന്നത്. ആ ബെർട്ടി ഒരുപാട് നോട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ചെറിയ കുസൃതി നിറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് ബെർട്ടി എന്ന് പറയുന്നത്. ആ ബെർട്ടി പാർസലിൻ്റെ ഈ ടൂറിസ്റ്റ് വന്നിട്ടുള്ള പാർസലിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തോ ഒരു സൗണ്ട് ഇതിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആളുകളോട് പറയുന്നുണ്ട്. Taking the advantage of the confused situation, the farmer declares that it is nothing but a time bomb and suggests calling the police. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തോ ഒരു ശബ്ദം ആ പാർസലിൽ നിന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ നേരത്തെ വന്നിട്ടുള്ള ഫാമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ഓടി വന്നിട്ട് പറയാണ്, ഇത് ബോംബാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന സീനാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. On seeing the people try to hide themselves behind the table and other places to escape from the bomb, the old gentleman argues whether they are playing hide and seek. ഈ ഒരു സിറ്റുവേഷനിൽ ആളുകൾ പേടിച്ചുകൊണ്ട് ബോംബാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ബോംബാണ് ഉടൻ തന്നെ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ സീനിൽ നിന്നും ആ ബോംബിൻ്റെ അടുത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ആ നേരത്തെ വന്നിട്ടുള്ള ഡഫ് ഓൾഡ് ജെന്റിൽമാൻ, ചെവി കേൾക്കാത്ത പ്രായമായ ആൾ കയറി വരുന്നത്. ഈ സംഭവം കാണുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് വിചാരിക്കുന്നത്, ഇവിടെ എല്ലാവരും ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ചു കളിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ചിരിക്കുന്നുണ്ട് ഈ സംഭവം കണ്ടിട്ട്. A policeman comes to the scene and directs the assistant to fetch a bucket full of water to defuse the bomb. ഉടനെ തന്നെ പോലീസ്മാൻ വരികയും ആ സമയം അദ്ദേഹം ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ബോംബ് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. When the policeman begins to uncover the parcel, the tourist enters the post office to take his gloves which he left there. ആ സമയത്താണ് നേരത്തെ വന്നിട്ടുള്ള ടൂറിസ്റ്റ് തൻ്റെ ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയതാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്താണ് പോലീസ്മാൻ തൻ്റെ പാർസൽ ഓപ്പൺ ചെയ്യുന്നത് കാണുന്നത്. The tourist enters the post office to take his gloves which he left there. The policeman questions him about the parcel and says to him that he is going to undo it. Without waiting for his explanation, the policeman throws the parcel into the water and everybody dives for cover but the tourist. ഉടനെ തന്നെ ടൂറിസ്റ്റ് വന്ന സമയത്ത് ഉടനെ തന്നെ അയാൾ ടൂറിസ്റ്റിനെ പിടിച്ചുകൊണ്ട്, അതായത് ബോംബ് കൊണ്ടുവന്ന ആള് എന്നുള്ള രീതിയിൽ അയാളെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ ബോംബ് എത്രയും പെട്ടെന്ന് ഞാൻ ഡിഫ്യൂസ് ചെയ്യാൻ പോവുകയാണ്, നിർവീര്യമാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നത് കാണാൻ പറ്റും. ആ വെള്ളത്തിലേക്ക് ഇടുന്നതോട് കൂടിയിട്ട് എല്ലാവരും തന്നെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാവരും മാറി നിൽക്കുന്നുണ്ട്, ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ ടൂറിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ടൂറിസ്റ്റിന് അറിയാം ഇതൊരിക്കലും താൻ കൊണ്ടുവന്നത് ബോംബല്ല, മറ്റെന്തോ ആണ് എന്നുള്ളത് ടൂറിസ്റ്റിന് അറിയാം. ടൂറിസ്റ്റ് മാത്രം അവിടെ മാറാതെ ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്.
Astonished in their act, the tourist rushes to the bucket and takes a parcel out of it and hold up a large clock. ഉടനെ തന്നെ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഉടനെ തന്നെ ആ ടൂറിസ്റ്റ് ആ ബക്കറ്റിലേക്ക് ചെന്നിട്ട് തൻ്റെ ആ പാർസൽ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ക്ലോക്കാണ് അത് എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. He laments in the damage occurred the clock which he carefully brought from Switzerland as a Christmas gift for someone. അപ്പോൾ അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരുപാട് പ്രഷ്യസ് ആയിട്ട് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഒരാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള, സ്വിറ്റ്സർലൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്ലോക്കാണ് ഇത് എന്ന്, ഇതാണ് നിങ്ങൾ കേടുവരുത്തിയത് അല്ലെങ്കിൽ നാശാക്കി കളഞ്ഞത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. Infuriated by the tourist, bursts out that he will never post anything in this country and declares that he is going to meet the Postmaster General to complain against this injustice. അപ്പോൾ ഇത്തരം ഒരു ആക്ടിവിറ്റിയിൽ താൻ സെൻഡ് ചെയ്ത ഒരു പാർസൽ, താൻ അയച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പാർസൽ നശിപ്പിച്ച കംപ്ലൈൻറ്റുമായിട്ട് അദ്ദേഹം ആ ടൂറിസ്റ്റ് പോസ്റ്റ് മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, താൻ ഒരിക്കലും ഈ ഒരു രാജ്യത്തിലെ പോസ്റ്റൽ സംവിധാനം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തൻ്റെ പാർസൽ കേടുവരുത്തിയത് കൊണ്ട് ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് താൻ മുന്നോട്ട് പോവുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ആ സീനിൽ നിന്നും ലീവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Fed up with all this, the assistant leaves the post office, abandoning her job in the post office to join the animal dispensary as she thinks it is better to serve the animals rather than the foolish people. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് മനം എടുത്തുകൊണ്ട് ഫെഡപ്പ് ആയിക്കൊണ്ട് ഈ പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പോസ്റ്റ് ഓഫീസ് ലീവ് ചെയ്യുന്നുണ്ട്. അതായത് തനിക്കിനി ഇവിടുത്തെ ജോലിയൊന്നും വേണ്ട, ഇതിനേക്കാൾ ഭേദം ഏതെങ്കിലും ആനിമൽ ഡിസ്പെൻസറിയിൽ അതല്ലെങ്കിൽ വെറ്റിനറി ക്ലിനിക്കിൽ, ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കിൽ ജോലിക്ക് നിൽക്കുന്നതാണ് ഇതിലും നല്ലത്, ഇത്തരം ആളുകളെ സെർവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ലീവ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഡ്രാമയുടെ എൻഡിൽ കാണാൻ പറ്റുന്നത്. ഇത്രയുമാണ് ഈ ഡ്രാമയുടെ സമ്മറി എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Be happy, be safe. Bye.